ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചൈനയെ ഒതുക്കിയിട്ടേ ഉള്ളൂ, ഇനിയും ബാക്കി കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ നിലപാടുകളെല്ലാം. അതായത് പുള്ളി ഏർപ്പെടുത്തിയ തത്തുല്യ ടാരിഫ്, മറ്റു രാജ്യങ്ങൾക്കെതിരെയുള്ള തത്തുല്യ ടാരിഫ്, നികുതിയെല്ലാം ചുങ്കമെല്ലാം 30 ദിവസത്തേക്ക് മരവിപ്പിക്കുകയും ചൈനയുടെ മുകളിൽ വൻതോതിലുള്ള ടാരിഫ് അല്ലെങ്കിൽ നികുതിയൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്ത് കൊണ്ടുള്ള നയങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൈന ഒഴികെയുള്ള ബാക്കി രാജ്യങ്ങൾക്കെല്ലാം 3 മാസത്തേക്ക് ഈ ചുങ്കം 10% ബേസ് ലൈൻ ടാക്സ് ആണ്. 10% ആദ്യമേ പ്രഖ്യാപിച്ചാണ്, അതിന്റെ മേളിലാണ് റെസിപ്രോക്കൽ ടാരിഫ് പുള്ളി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഓഹരി വിപണി ലോകമെമ്പാകെ ഒന്ന് തകർന്ന തരിപ്പണമായിട്ട് വീണ്ടും ഇപ്പം ഇന്ത്യയിലൊക്കെ റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ചൈനയ്ക്ക് മാത്രം 124% ടാരിഫ് ഏർപ്പെടുത്തി ചൈനയെ ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയോടെ ട്രംപ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ്. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ആശ്വാസമാണ്. ആശ്വാസം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈന ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും ട്രംപിന്റെ മുമ്പിലിട്ട് പോയി മുട്ടുമടക്കി എന്നുള്ളതാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്ന വാർത്ത. വിയറ്റ്നാം, പിന്നെ അതുപോലെ പല രാജ്യങ്ങളും, ഇന്ത്യ, ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഒക്കെ തന്നെ ട്രംപുമായിട്ട് ചർച്ച നടത്തി അമേരിക്കയായിട്ട് ഒന്നുകിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാറോ അല്ലെങ്കിൽ ഈ അമേരിക്കയുടെ ഇമ്പോർട്ടിന് മേലുള്ള ടാരിഫെല്ലാം, ഈ രാജ്യങ്ങൾ ഏർപ്പെടുന്ന ടാരിഫെല്ലാം ഗണ്യമായി കുറയ്ക്കാം, അത് സീറോ ആക്കാമെന്നൊക്കെ ഉള്ളൊരു ഉറപ്പ് ട്രംപിന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ട്രംപ് ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് ഒരു 90 ദിവസം ഇളവ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ 90 ദിവസത്തിനുള്ളിൽ ഈ രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകളെല്ലാം നടത്തിയിട്ട് അവരുമായിട്ട് ഈ പറഞ്ഞ അമേരിക്കയും ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര മേഖലകളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥകൾ മാറ്റിയെടുക്കുവാനും അല്ലെങ്കിൽ പുതിയ ഒരു വ്യാപാര കരാറുകൾ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത് അമേരിക്കയ്ക്കും കൂടെ പ്രയോജനകരമാകുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ചൈന മാത്രം അതിന് തയ്യാറായിട്ടില്ല. കാരണം ശക്തമായിട്ട് തിരിച്ച് താരിഫ് അല്ലെങ്കിൽ ചുങ്കം ഏർപ്പെടുത്തിയ രാജ്യം ചൈന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ട്രംപ് ആദ്യം ഒരു വാണിംഗ് കൊടുത്തു, ആ നിങ്ങൾ ഏർപ്പെടുത്തിയ ചുങ്കം പിൻവലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ നികുതി അല്ലെങ്കിൽ ടാരിഫ് ഏർപ്പെടുത്തും എന്ന് പറയുകയും കൂടുതൽ ടാരിഫ് ഏർപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ചൈനയ്ക്ക് നേരെ മാത്രമാണ്, ചൈനയാണ് ഇപ്പോൾ അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അതങ്ങനെ വരത്തുള്ളൂ. കാരണം ചൈന 84% നികുതി അമേരിക്കയുടെ മണ്ടയ്ക്ക് പകരത്തിന് പകരം എന്ന രീതിയിൽ അവർ ചുമത്തുകയും ആ അതിൻ്റെ ഫലമായിട്ട് വീണ്ടും ട്രംപ് 104% എന്നുള്ളത് 124 വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മറ്റു രാഷ്ട്രങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ ചുങ്കം 90 ദിവസത്തേക്ക് മരവിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ 10% മാത്രമാണ് ഈ മറ്റു രാജ്യങ്ങളുടെ മേലുള്ള ഇപ്പോഴത്തെ ടാരിഫ് എന്ന് പറഞ്ഞാൽ. ഇതോടെ തത്തുല്യ നികുതി യുദ്ധം US ചൈന വ്യാപാര യുദ്ധത്തിലേക്ക് മാറി, അല്ലെങ്കിൽ അങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വമ്പന്മാർ തമ്മിലാണ് ഇപ്പോഴത്തെ വ്യാപാര യുദ്ധം, അല്ലെങ്കിൽ ടാരിഫ് വാർ, അല്ലെങ്കിൽ ട്രേഡ് വാർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചൈന 34%-ൽ നിന്ന് 84%-ആക്കി അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ടാരിഫ് എന്ന് പറഞ്ഞത്. അപ്പം ഈ 104%-ഓളം ടാരിഫ് ഏർപ്പെടുത്തും എന്ന ട്രംപിന്റെ ഭീഷണി നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ചൈന തിരിച്ചടിക്കുകയും ചെയ്തു. അപ്പൊ ഇതിനുള്ള തിരിച്ചടിയായിട്ടാണ് ട്രംപ് 124%-ന്റെ നികുതിയായിട്ട് മുമ്പോട്ട് വരികയും അത് പ്രഖ്യാപിക്കുകയും അത് ചൈനയുടെ മണ്ടയ്ക്ക് അത് ഇമ്പോസ് ചെയ്യുകയും ചെയ്തു. മറ്റുള്ള രാജ്യങ്ങൾക്ക് തൽക്കാലത്തെ ഒരു ആശ്വാസം ലഭിച്ചു എന്നുള്ളൊരു അറിവുകൂടെ നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ട്രംപിന്റെ ശരിക്കുമുള്ള ശക്തമായിട്ടുള്ള ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയാണ്. അപ്പൊ ചൈനയെ ഒതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൽക്കാലം ട്രേഡിൽ കൂടെ മാത്രമേ പറ്റത്തുള്ളൂ. ഈ ട്രേഡിൽ കൂടെ ഒതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വൻതോതിലുള്ള ഈ ടാരിഫ് ചൈനയുടെ മുകളിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ചൈനയ്ക്ക് തീർച്ചയായിട്ടും അമേരിക്കൻ മാർക്കറ്റ്, എക്സ്പോർട്ട് മാർക്കറ്റ് നഷ്ടപ്പെടുകയും അത് ലോകരാജ്യങ്ങൾക്ക്, നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് അതൊരു ഭീഷണിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചൈനയ്ക്ക് അമേരിക്കയിൽ നഷ്ടപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അവർ ഇന്ത്യയെ പോലുള്ള വലിയ മാർക്കറ്റുകളിൽ അവരുടെ സാധനങ്ങൾ ഡിസ്കൗണ്ട് റേറ്റിൽ അതുപോലെ തന്നെ ചീപ്പായിട്ട് കൊണ്ട് ഡംപ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളൊരു ഭീഷണി ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, സൂക്ഷിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ വലിയൊരു പണി നമുക്ക് ലഭിക്കാനുള്ള സാധ്യത. കാരണം ഓൾറെഡി ചൈനയുടെ ഒരു ഡംപിങ് കോളനിയായിട്ട്, ഡംപിങ് യാർഡായിട്ട് ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് മാറിയിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും ഇങ്ങനൊരു സാഹചര്യം കൂടെ ഉരുത്തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കിലെ നമ്മളിലെ കൂനിന്മേൽ കുരു എന്ന് പറയുന്ന അവസ്ഥയിലേക്കായി മാറും. ഇന്ത്യ മാത്രമല്ല, പല രാജ്യങ്ങളും ഈ പറഞ്ഞ ജപ്പാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ കൊറിയ, മറ്റു രാജ്യങ്ങളുള്ള ഒക്കെ തന്നെ ഈ ഒരു മിഡിൽ ഈസ്റ്റിലെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് സൗദി, UAE, ഈജിപ്റ്റ്, ടർക്കി ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയും പിന്നെ ഈ പറഞ്ഞ ഒരു ഭീഷണി ചൈനയുടെ ഭാഗത്തു നിന്ന് നേരിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓൾറെഡി ടർക്കിയിലും സൗദിയിലും UAE ഒക്കെ അതിൻ്റെ മാറ്റങ്ങൾ പ്രകടമായി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ട്രംപ് ഈ അധികമായിട്ടുള്ള വൻതോതിലുള്ള ചുങ്കം, ടാരിഫ് ചൈനയുടെ മുകളിൽ ചുമത്തുമ്പോൾ ചൈനയ്ക്ക് തീർച്ചയായിട്ടും ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ്സ് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള വലിയ മാർക്കറ്റുകളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ ബന്ധങ്ങളിലൊക്കെ അയവുകൾ വരുന്ന ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അവർക്ക് കൂടുതൽ ഇളവുകൾ കിട്ടുവാനും അതുവഴി ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് ഈ പഴയതിനേക്കാളിലും കൂടുതലായിട്ടുള്ളൊരു കടന്നുകയറ്റം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അപ്പം ഇത് അമേരിക്കയ്ക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങളിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ ചിലപ്പോൾ ലഭിക്കുമെങ്കിലും ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇതൊരു ഭീഷണിയായിട്ട് നിലനിൽക്കുകയാണ്. ട്രംപ് പറയുന്നത് ചൈനയ്ക്ക് ആരെയും അമേരിക്കയെ ഒരിക്കലും തന്നെ ഇവിടെ ലാക്ക് ഓഫ് റെസ്പെക്ട്, വേൾഡ് മാർക്കറ്റിൽ ചൈന യാതൊരു രീതിയിലുള്ള മാന്യതയും കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ആദരവ് കാണിക്കുന്നില്ല. അത് ശരിയാണ്. ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇത് നമുക്ക് ഈ ചൈനയിൽ ബിസിനസ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിൽ ബിസിനസ് ചെയ്യുന്നത് അമേരിക്ക മുതലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കോർപ്പറേഷൻസും കമ്പനികളും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ചൈനയിൽ ബിസിനസ് ചെയ്യുന്നതിൻ്റെ നല്ലൊരു ഭാഗം എന്ന് പറയുന്നത്. ഇപ്പം ചൈനയിൽ നൈക്കി എന്ന് പറയുന്ന ഷൂസ് അല്ലെങ്കിൽ അഡിഡാസ് ചൈനയിൽ അവർക്ക് പ്ലാന്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെൻ്റർ ഉണ്ട്. അവരവിടുന്ന് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് ഇപ്പം മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ ലേബൽ വരികയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ കോർപ്പറേഷനാണ് ശരിക്കും പറഞ്ഞത്. അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് അമേരിക്കൻ കോർപ്പറേഷൻസും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ജപ്പാൻ, തായ്വാൻ, സൗത്ത് കൊറിയ, സിംഗപ്പൂർ, മലേഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കമ്പനികൾ വ്യത്യസ്ത സെക്ടറിലുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള കോർപ്പറേഷൻസ് നമുക്ക് പറയാൻ പറ്റുന്ന ചെറുതും വലുതായിട്ടുള്ള ബിസിനസ് യൂണിറ്റ്സുകൾ ഇപ്പോഴും ചൈനയിൽ വളരെ വ്യാപകമായിട്ട് തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്കറിയാം മോഡേൺ ചൈനയെ ഉണ്ടാക്കിയെടുത്തത് വെസ്റ്റേൺ ക്യാപിറ്റലും ടെക്നോളജി ആണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ നിലപാട് തീർച്ചയായിട്ടും അമേരിക്ക തന്നെയാണ് ഇപ്പം ട്രംപ് അല്ലെങ്കിൽ തന്നെയും ട്രംപിന് മുന്നേ ഉണ്ടായിരുന്ന ഭരണകൂടങ്ങളൊക്കെ തന്നെയാണ് ആ ഭരണകൂടങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന കോർപ്പറേഷൻസ് ഒക്കെ തന്നെയാണ് ചൈനയെ ഇത്രയും മോഡേൺ ആയിട്ടുള്ള ചൈനയെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു പ്രസിഡൻഷ്യൽ ടേമിൽ ചൈന ഇങ്ങനെയാണ്, അവർ റെസ്പെക്ട് ചെയ്യുന്നില്ല, വേൾഡ് മാർക്കറ്റിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചൈന ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വേൾഡ് മാർക്കറ്റിൽ ഡംപ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിൽ പ്രത്യേകിച്ച് ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള വേൾഡാണ് നമ്മൾ, ഗ്ലോബലൈസ്ഡ് എക്കോണമിയാണ്. അപ്പം ഒരു രാജ്യത്ത് ഒരു എക്കോണമി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ഇന്ത്യ ആയാലും ശരി മറ്റേതെങ്കിലും തരത്തിലൊരു എക്കോണമി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബിസിനസ് ചെയ്യുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ ചൈനയിലെ മാത്രം കമ്പനികളല്ല, അവരുടെ ഡൊമസ്റ്റിക്കായിട്ടുള്ള കമ്പനികൾ മാത്രമല്ല, ലോകത്തിലുള്ള ഒട്ടുമിക്ക പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ എല്ലാം കമ്പനികളൊക്കെ തന്നെ എസ്പെഷ്യലി ചൈനയിലുണ്ട്. ഇന്ത്യയിൽ നമ്മൾ ആയി വരുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും. കാരണം ഇന്ത്യ അത്രയ്ക്ക് അങ്ങോട്ട് നമ്മളെ ഇക്കണോമിക്കലി എന്താ പറയുന്നത് നമ്മൾ പ്രോസ്പെർ ചെയ്ത് വരുന്നേ ഉള്ളൂ. കാരണം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഇവിടെ പതുക്കെ പതുക്കെ വരുന്നതേ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെയും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഇസ്രായേലിൻ്റെയും ജർമ്മനിയുടെയും ജപ്പാൻ്റെയും ഒക്കെ തന്നെ കമ്പനികൾ ഇവിടെ ഇഷ്ടം പോലെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്കോണമി ഇത്രയും ചെറുതായിട്ട് തന്നെ. അപ്പോൾ ഇത്രയും വലിയൊരു എക്കോണമി ആയിട്ടുള്ള ചൈനയിൽ ഈ പറഞ്ഞ കമ്പനികളുടെയൊക്കെ സാന്നിധ്യവും അല്ലെങ്കിൽ വ്യാപനവും എന്തുമാത്രമാണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി പഠിക്കുന്നവർക്ക് അത് മനസ്സിലാകും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചൈനയെ മാത്രം കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല. കാരണം ഗ്ലോബൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ഗ്ലോബൽ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ അവർ നോക്കുന്ന അവർക്ക് മാക്സിമം ലാഭം ലോകത്തിൻ്റെ ഏത് സ്ഥലത്തുനിന്ന് കിട്ടുന്നതാണ്. ആ ലോകത്തിൽ മാക്സിമം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ലേബർ ഉള്ള സ്ഥലത്ത് മാത്രമേ മാക്സിമം ലാഭം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് 70കളിൽ മുതൽ ഈ ചീപ്പെന്ന് മാത്രമല്ല ചീപ്പസ്റ്റ് ആയിട്ടുള്ള ലേബർ കോസ്റ്റ് ഉള്ളത് ചൈനയിലാണ്. ഇപ്പോഴും ഇന്ത്യയെക്കാളിലും തീർച്ചയായിട്ടും ചീപ്പായിട്ടുള്ള ലേബർ ചൈനയിൽ തന്നെയാണ്. കാരണം ചൈനയിൽ നിന്ന് പല
ഈ പറഞ്ഞ വെസ്റ്റേൺ കോർപ്പറേഷൻസ് ഇപ്പം കോവിഡിൻ്റെയൊക്കെ ആ ഒരു വെളിച്ചത്തിൽ സപ്ലൈ ചെയിനൊക്കെ ചൈനയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കണം എന്നൊക്കെയുള്ള വലിയൊരു പിന്നെ ഒരു ഡിസ്കഷനും അല്ലെങ്കിൽ സംസാരങ്ങളൊക്കെ വന്നപ്പോഴും പല പടിഞ്ഞാറൻ കമ്പനികളും പറഞ്ഞത് ഞങ്ങൾക്ക് ഇപ്പോഴും ചൈന വിട്ടു പോകാനുള്ള പിന്നെ പ്ലാൻ ഇല്ല, പദ്ധതി ഇല്ലെന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പോഴും ചൈനയിൽ ചീപ്പ് ലേബർ എന്ന് പറയുന്ന ഒരു ഫിനോമിന പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ ബിസിനസ് ചെയ്യാനുള്ള സപ്ലൈ ചെയിന്, ഇൻഫ്രാസ്ട്രക്ചർ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അങ്ങനെയുള്ള ഒത്തിരി ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചൈനയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ ആ പോളിസീസിൽ ഒരു യൂ ടേൺ ഉണ്ടായിട്ടുണ്ട്. ആ യൂ ടേണിന്റെ കാരണം നമുക്ക് ഇപ്പം മനസ്സിലാകത്തില്ല എന്താണ് അവരുടെ ശരിയായിട്ടുള്ള. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഭരണകൂടത്തിന്റെ ഉദ്ദേശം ചൈനയും റഷ്യയും തമ്മിൽ ഭിന്നിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ തമ്മിൽ പിന്നെ ഡിറ്റാച്ച് ചെയ്യിപ്പിക്കുക, അവർ തമ്മിലുള്ള ബന്ധത്തിൽ വിടവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ഉദ്ദേശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞാൽ, കുറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അവരിപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആ ഒരു പവർ പ്രൊജക്ഷനിനകത്തിൽ തീർച്ചയായിട്ടും കുറവുണ്ടാവുകയും അത് പിന്നെ വഴിതെളിക്കുന്നത് തീർച്ചയായിട്ടും ചൈനയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധത്തിന് അല്ലെങ്കിൽ ബ്രിക്സിലൊക്കെ ഉണ്ടാകുന്ന ഒരു ദൗർബല്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ളൊരു തന്ത്രപരമായിട്ടുള്ള നീക്കം. അപ്പോൾ അവർക്ക് മിലിറ്ററിലി ചൈനയെ ഇപ്പോൾ ചലഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് പകരം ഇക്കണോമിക്കലി ചൈനയെ ചലഞ്ച് ചെയ്ത് നോക്കുകയാണ്. ആ രീതിയിൽ തീർച്ചയായിട്ടും ചൈനയുടെ ഈ വർദ്ധിച്ചു വരുന്ന പവർ അല്ലെങ്കിൽ ആ ഡോമിനേഷനെ ഒന്ന് തടയിടാൻ സാധിക്കുമെന്നുള്ളൊരു ടെസ്റ്റ് ഡോസാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എന്തു തന്നെയായാലും ചൈനയെ സംബന്ധിച്ച് അവർക്ക് ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ്സ് ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം യൂറോപ്യൻ യൂണിയൻ ഒരു മാർക്കറ്റാണ്, ഇന്ത്യ വലിയ മാർക്കറ്റാണ്, പിന്നെ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ആസിയൻ മാർക്കറ്റ്സ്, ഇതൊക്കെ ചൈനയുടെ മുമ്പിൽ ഇപ്പോഴും പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെ വളരെ വ്യക്തമായിട്ട് തുറന്നു നടക്കുന്ന മാർക്കറ്റുകളാണ്. യൂറോപ്യൻ യൂണിയൻ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ചിലപ്പം ഒരു അമേരിക്കയെ ഭയന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടെ നിൽക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടി ചിലപ്പോൾ ചൈനയ്ക്കെതിരെ ഒരു നിലപാടെടുക്കാൻ സാധ്യതയുള്ളൊരു പിന്നെ എന്താണ് പറയുക ബ്ലോക്ക് ഓഫ് നേഷൻസ് ആണത്. ബാക്കി രാജ്യങ്ങളിൽ നിന്നൊന്നും ഒരിക്കലും ചൈനയോട് നോ പറയാമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ആഫ്രിക്കൻ യൂണിയൻ ആയാലും ശരി, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായാലും ശരി, ആസിയാൻ രാജ്യങ്ങളായാലും ശരി, ഏഷ്യയിലെ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സ് ഒക്കെ ആയാലും ശരി, ഇവിടെയൊക്കെ ചൈനയ്ക്ക് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള വ്യാപകമായിട്ടുള്ള സ്വാധീനങ്ങൾ ഇക്കണോമിക്കലി ഉണ്ട്. സ്ട്രാറ്റജിക്കലി അല്ല ഞാൻ പറയുന്നത്, ഇക്കണോമിക്കലി ഉണ്ട്. കാരണം ചൈനയെ കൂടാതെ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ഓഫ് നേഷൻസിനൊന്നും ഫിനിഷ് പ്രോഡക്ട്സിന്റെ കാര്യത്തിലായാലും, കൺസ്യൂമർ ഗുഡ്സിന്റെ കാര്യത്തിലായാലും, റോ മെറ്റീരിയൽസിന്റെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കാര്യത്തിലായാലും ഒന്നും തന്നെ ചൈനയെ ഒഴിവാക്കിക്കൊണ്ട് ഈ പറഞ്ഞ ഈ രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ പ്രദേശങ്ങൾക്കോ ഒന്നും മുന്നോട്ട് പോകുവാൻ സാധ്യമാകത്തില്ല. കാരണം എല്ലാവരും ചീപ്പായിട്ടുള്ള കമ്മോഡിറ്റീസും റോ മെറ്റീരിയൽസും ഒക്കെ തന്നെയാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനെയൊന്നും റീപ്ലേസ് ചെയ്യാൻ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾക്കോ ഒരിക്കലും സാധ്യമല്ല എന്നുള്ള കാര്യം ലോകത്തിന് ഇപ്പോൾ അറിയാം. അതിപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ചൈനയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യാപാര യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് എത്രത്തോളം ശക്തമായിട്ട് മുന്നോട്ട് വന്ന് വിജയിക്കുവാൻ സാധിക്കുന്നുള്ളത് നമുക്ക് വളരെ സംശയകരമാണ്. എന്നാലും ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഈ നിലപാടുകൾ തീർച്ചയായിട്ടും അത് അവരുടെ രാജ്യത്തെ ജനങ്ങൾക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. കാരണം അവരുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇനിയും ചീപ്പായിട്ടവർക്ക് ലഭിക്കത്തില്ല. അപ്പോൾ അവിടെ തന്നെ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇഷ്യൂസും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അത് തീർച്ചയായിട്ടും അമേരിക്കൻ ജനവിഭാഗത്തിൽ അല്ലെങ്കിൽ ജനങ്ങളിൽ കൂടുതൽ അമർഷങ്ങൾ ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ നീരസം ഉണ്ടാക്കുവാനോ മാത്രമേ സഹായിക്കത്തുള്ളൂ. ലോകത്ത് മറ്റൊരു രാജ്യത്തും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഈ ചൈനീസ് ചീപ്പ് പ്രോഡക്ട്സിനെ റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും സാധിക്കത്തില്ല മറ്റൊരു രാജ്യത്തൊന്നും. ചൈനയുടെ സ്ഥാനത്ത് ചൈന ഓഫർ ചെയ്യുന്ന ഈ സപ്ലൈ ചെയിൻ ഒന്നും അല്ലെങ്കിൽ ഈ മാനുഫാക്ചറിങ് ബേസ് ഒന്നും മറ്റൊരു രാജ്യത്തും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചൈനയെ റീപ്ലേസ് ചെയ്യാൻ ഒരു രാജ്യത്തും സാധിക്കത്തില്ല. ഇനി അമേരിക്കയിൽ ട്രംപ് പറയുന്ന പോലെ തന്നെ അമേരിക്കയുടെ ഉൽപാദനവും ജോലിയും എല്ലാം ചൈന കൊണ്ടുപോയി ഇനി അത് തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ മാനുഫാക്ചറിങ്ങും ജോലിയും ഒക്കെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചീപ്പ് ലേബർ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. കമ്പനികൾ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഈ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഹൈ ടെക്നോളജി അല്ലെങ്കിൽ ഹൈ വാല്യൂ പ്രോഡക്ട്സിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ ലോ വാല്യൂ പ്രോഡക്ട്സ് മാനുഫാക്ചറിങ്
അതെല്ലാം അമേരിക്കയിലേക്ക് തിരിച്ചു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പ് ലേബർ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അമേരിക്കയിൽ ചീപ്പ് ലേബർ അല്ല നിലനിൽക്കുന്നത്. അവിടുത്തെ ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ്. അവിടെ തീർച്ചയായിട്ടും ലോകത്തുള്ള അമേരിക്കയിലുള്ള കോർപ്പറേഷൻസ് അവിടെ മാനുഫാക്ചറിങ് തുടങ്ങുവാനും ഉൽപാദനം സ്റ്റാർട്ട് ചെയ്യാനും ഒന്നും തീരുമാനിക്കുമെന്ന് നമുക്ക് ഇന്നത്തെ കണ്ടീഷനിൽ ഊഹിക്കാൻ സാധിക്കത്തില്ല. അവർ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകായിരിക്കും, മെക്സിക്കോയിലേക്കോ ഫിലിപ്പീൻസിലേക്കോ വിയറ്റ്നാമിലേക്കോ ഇന്ത്യയിലേക്കോ ഒക്കെ തന്നെ അവർ ചിലപ്പോൾ റീപ്ലേസ്മെന്റ്, അവരുടെ ഈ സപ്ലൈ ചെയിൻ റീപ്ലേസ്മെന്റ് നടത്തിയിരിക്കും. പക്ഷേ അമേരിക്കയിലേക്ക് തിരിച്ച് ഈ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഉൽപാദന മേഖലകളെ മൊത്തം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവിടെ ചീപ്പ് ലേബർ ഒട്ടും നിലനിൽക്കുന്നില്ല എന്നുള്ളൊരു വസ്തുത കൊണ്ട് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ട്രേഡ് വാറിൽ, ചൈനയും അമേരിക്കയും തമ്മിൽ ട്രേഡ് വാറിൽ അമേരിക്കയ്ക്ക് വിജയം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ സംശയകരമാണ്. അതുകൊണ്ട് പിന്നെ പക്ഷെ നമുക്കിത് കാത്തിരുന്ന് കുറെ കൂടെ കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഇതിനകത്തിലെ വ്യക്തത നമുക്ക് വരുത്തുള്ളൂ. ഇപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിൽ യാതൊരു രീതിയിലുള്ള സംഭാഷണങ്ങളും തുടങ്ങുവാനോ അല്ലെങ്കിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ രണ്ട് ഭാഗത്തു നിന്നും ഇതുവരെ നമുക്ക് തെളിഞ്ഞു കണ്ടില്ല. അതുകൊണ്ട് ഇനിയും ഇതിനകത്തിലെ മുമ്പോട്ടുള്ള രണ്ട് രാജ്യങ്ങളും ഈ പറഞ്ഞ ടാരിഫ് വാർ തുടങ്ങാനാണ് പ്ലാനെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തിൽ നഷ്ടപ്പെടുവാൻ സാധ്യത ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. കാരണം അത് അമേരിക്കയ്ക്ക് ഈ ചൈനയുടെ ഇപ്പോഴത്തെ മാനുഫാക്ചറിങ് പവർ റീപ്ലേസ് ചെയ്ത് അമേരിക്കയിലെ കൊണ്ട് സ്ഥാപിക്കുക, അല്ലെങ്കിൽ അമേരിക്ക ഉദ്ദേശിക്കുന്ന പോലെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളായുള്ള വിയറ്റ്നാമോ അല്ലെങ്കിൽ ഇന്ത്യയോ അല്ലെങ്കിൽ ഫിലിപ്പീൻസോ മെക്സിക്കോ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് ഈ ചൈനയിലുള്ള ഈ മാനുഫാക്ചറിങ് മൊത്തം കൂടെ ഹോൾസെയിലായിട്ട് കൊണ്ടുപോയി മാറ്റി സ്ഥാപിക്കുക എന്നൊക്കെ ഉള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കോർപ്പറേഷൻസ്, ഗ്ലോബൽ ക്യാപിറ്റലിസ്റ്റ് എപ്പോഴും അവരെ ചീപ്പ് ലേബർ ഉള്ളിടത്ത് മാത്രമേ അവരുടെ പ്രൊഡക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ, അവിടെ മാത്രമേ അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ലഭിക്കത്തുള്ളൂ. അമേരിക്കൻ എക്കോണമിയിൽ ചീപ്പ് ലേബർ നിലനിൽക്കാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മാനുഫാക്ചറിങ് അവിടേക്ക് തിരിച്ച് കൊണ്ടുവന്നിട്ട് അമേരിക്കയെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യാൻ ട്രംപ് പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് നമുക്ക് ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് തന്നെയാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ഇതിനകത്തിൽ എന്താണ്, ഏത് രാജ്യത്തിനാണ് ഇതിനകത്തിലൊരു സക്സസ്. അല്ലെങ്കിൽ സക്സസ് ആണെങ്കിൽ എല്ലാവർക്കും നഷ്ടമുണ്ടാകും. ചൈനയ്ക്കും വൻതോതിലുള്ള നഷ്ടം ഉണ്ടാക്കും, നഷ്ടമില്ലെന്ന് പറയുന്നില്ല. കാരണം അവർക്ക് നഷ്ടപ്പെടുന്നത് ബിസിനസ്സാണ്. തീർച്ചയായിട്ടും അമേരിക്കൻ എക്കോണമിയിലേക്ക്, അമേരിക്കൻ മാർക്കറ്റിലേക്ക് വൻതോതിൽ അവർ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതിനകത്തിൽ വലിയ ഒരു ഗണ്യമായിട്ടുള്ളൊരു കുറവ് എന്തുവരെ സംഭവിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയ്ക്ക് വൻതോതിലുള്ള ഡോളർ നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അതിന് പകരം അവർ ആൾട്ടർനേറ്റീവ് മാർക്കറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് സോ ഈസി. പോസിബിൾ ആണ്, പക്ഷേ ഈസി അല്ല. കാരണം പല രാജ്യങ്ങൾക്കും, ഇന്ത്യയെ പോലുള്ള പല രാജ്യങ്ങൾക്കും അവരെ വളരെ സസ്പീഷ്യസ് ആയിട്ട് കാണുന്നത് കൊണ്ടും ഈ ചൈനയായിട്ട് ഇനിയും ട്രേഡ് കൂടുതൽ നടത്താൻ ഉള്ള സാഹചര്യം ഉണ്ടായാൽ തന്നെയും ഈ രാജ്യങ്ങളിലെ ആഭ്യന്തര ഉൽപാദന മേഖലകളിലുള്ള ബിസിനസ്സുകാർ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നതുകൊണ്ടും, കാരണം അവരുടെ നിലനിൽപ്പിന് ഭീഷണിയാണല്ലോ ചൈനയിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു, ഇപ്പോൾ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള മേഖലകളൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ എല്ലാ രാജ്യത്തും ഈ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട് ചൈനയിൽ നിന്നും. അപ്പോൾ തീർച്ചയായിട്ടും ചൈനയിൽ നിന്നും വൻതോതിൽ വീണ്ടും ഈ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്യുവാൻ തുടങ്ങുകയാണെങ്കിൽ ആ രാജ്യത്തെ ആഭ്യന്തര വിപണി അവതാളത്തിലാകുകയും അത് തീർച്ചയായിട്ടും ആ രാജ്യത്തെ ഗവൺമെൻറ്റിനോട് ഈ പറഞ്ഞ വ്യവസായ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ ജനങ്ങളും ഒക്കെ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ, ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ വളരെ സസ്പീഷ്യസ് ആയിട്ട് മാത്രമേ ചൈനയെ കാണുന്നുള്ളൂ. കാരണം ചൈന പലരോടും ഇപ്പോൾ അടുത്തു കൂടുന്നത് ഈ ഒരു പ്രശ്നം മുന്നേ കണ്ടുകൊണ്ടാണെന്ന് എല്ലാവർക്കും അത് മനസ്സിലാക്കാവുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രേഡ് വാറിൽ അല്ലെങ്കിൽ വ്യാപാര യുദ്ധത്തിൽ ഏത് രാജ്യത്തിനായിരിക്കും മേൽക്കോയ്മ കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല. കാരണം ഇപ്പോഴും അത് ഒരു കൂളിംഗ് ഓഫ് സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. കാരണം ഈ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് തുടങ്ങിയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ട്രംപിൻ്റെ ക്ലെയിമാണോ അല്ലെങ്കിൽ ട്രംപിൻ്റെ ആ ഒരു ആഗ്രഹമാണോ നടക്കാൻ പോകുന്നത്, അതല്ല ചൈനയ്ക്ക് ഇതിനെ ശക്തമായിട്ട് അമേരിക്കയുടെ മുകളിൽ ടാരിഫ് ഏർപ്പെടുത്തി ശക്തമായിട്ടുള്ള തിരിച്ചടി അവർ കൊടുക്കുന്നത് കൊണ്ട് ചൈനയ്ക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമോ, അമേരിക്കയുടെ മാർക്കറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ചൈനയ്ക്ക് ഇന്ത്യ പോലുള്ള മറ്റ് വലിയ മാർക്കറ്റുകൾ അവർക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്കിനിയും വരുന്ന ഈ സമയങ്ങളിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയും ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാം. ഈ ഒരു ടാരിഫ് വാർ തുടങ്ങിയിട്ടേ ഉള്ളൂ.
എന്തായാലും ഇതിനകത്തിലൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം ഈ ഇത്രയും ടാരിഫോട് കൂടി ഒന്നും രാജ്യങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എക്സ്ചേഞ്ച് ട്രേഡിന്റെ കാരണം ട്രേഡ് ഇല്ലാതെ ലോകത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പൊ ട്രേഡ് ഇത്രയും പിന്നെ വളരെ വലിയ വില കൊടുത്ത് ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനും സാധിക്കത്തില്ല. ഇതിപ്പോൾ ആദ്യത്തെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഫയർ ഫൈറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഫയർ ഫൈറ്റിംഗ് അല്ല, ഒരു ഫൈറ്റിംഗ് മാത്രമാണ്. അപ്പം തീർച്ചയായിട്ടും ഇത് പിന്നീട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കൂടെ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ല, ട്രംപ് ഇരിക്കുന്ന ഈ 4 വർഷവും ഈ ഇത്രയും ഉയർന്ന ടാരിഫോട് കൂടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കാരണം അമേരിക്കയ്ക്ക് ചൈനയും ചൈനയ്ക്ക് അമേരിക്കയും ഇക്കണോമിക്കലി ഈ രണ്ട് രാജ്യങ്ങൾക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് രണ്ട് രാജ്യങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുള്ള ഒരവസ്ഥയിലേക്ക് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്തിൽ ഒരു ഇളവും അയവും ഒക്കെ ഉണ്ടാകും. പക്ഷേ പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട, ഒരു മീഡിയം ടു ലോങ് ടൈമിൽ, ഷോർട്ട് ടൈമിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട, പക്ഷേ മീഡിയം ടു ലോങ് ടൈമിൽ അത് സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇങ്ങനൊരു ടാരിഫ് വാർ നിലനിർത്തിക്കൊണ്ട് ലോകരാജ്യങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല എന്ന് ഉള്ള കാര്യത്തിൽ നമുക്ക് ഒരു കൃത്യതയുണ്ട്. അപ്പോൾ അത് തൽക്കാലം ട്രംപ് അങ്ങോട്ട് വെടി പൊട്ടിക്കുന്നു. അതുപോലെ അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ വേണ്ടി, തിരിച്ചടിക്കാൻ വേണ്ടി ചൈനയും അവരുടെ നയങ്ങൾ പ്രഖ്യാപിച്ചു എന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തിലൊരു ഇളവും മാറ്റവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ അറ്റ് ദ സെയിം ടൈം ട്രംപ് ഈ 90 രാജ്യങ്ങളോട് ഈ ഫേവർ കാണിച്ച് അവർ ഈ 90 രാജ്യങ്ങൾ പ്രധാനപ്പെട്ട ഈ അമേരിക്കയുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സ്, വിയറ്റ്നാം, ഇന്ത്യ, ജപ്പാൻ, തായ്വാൻ, തായ്ലൻഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, പിന്നെ ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അവരൊക്കെ തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ട് ചർച്ചയിൽ കൂടി, ഉഭയകക്ഷി ചർച്ചയിൽ കൂടി ഈ പറഞ്ഞ പ്രശ്നത്തിന് പരിഹാരം കാണാം എന്നവർ സമ്മതിച്ചതിന്റെ ഫലമായിട്ടാണ് ട്രംപ് ഈ പറഞ്ഞ 90 ദിവസത്തെ ഒരു ഇളവ് ഈ രാജ്യങ്ങൾക്ക് കൊടുത്തതും. ചൈനയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തീരുമാനം, കാരണം അമേരിക്ക എടുക്കുന്ന പോലെ തന്നെ വളരെ കർക്കശമായിട്ടുള്ള തീരുമാനമാണ് ചൈനയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ട്രംപ് ട്രംപിന്റെ ഈഗോ ഉപയോഗിച്ച് ചൈനയുടെ മുകളിൽ ഈ പറഞ്ഞ കൂടുതൽ നികുതി അടിച്ചേൽപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തിലുള്ള ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.